NHM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് ആശാപ്രവർത്തകർ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ആശാപ്രവർത്തകർ നിവേദനം നൽകി. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. തുടങ്ങിയ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരത്തിന്റെ 193-ാം ദിവസമാണ് ആശാപ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇതൊരു പ്രഖ്യാപനത്തിലൂടെ ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ നടക്കില്ല എന്ന് നമുക്കറിയാം. അതിന്റെ കാലാൽപ്പടയായി പ്രവർത്തിച്ചിരുന്ന ആശാപ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഈ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആനുകൂല്യ വർധനവ് പ്രഖ്യാപിച്ചിട്ടും ആശമാരോട് സംസ്ഥാന സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുകയാണെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. കേന്ദ്രം ആശമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയടക്കം പല മന്ത്രിമാരും പൊതുമധ്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണെന്നും ബിന്ദു വ്യക്തമാക്കി. കേന്ദ്രം കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടാമെന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി അടക്കം. കേന്ദ്രം കൂട്ടിയിട്ട് ഏപ്രിൽ 4-ാം തീയതി കേന്ദ്രം കൂട്ടി. ഇതുവരെ അവർ അറിഞ്ഞില്ലത്രേ. ഇവിടെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറയുന്ന ആശമാർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത്, ആശമാരെ ചേർത്ത് പിടിക്കുന്നത്, ആശമാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണത്രേ കേരളത്തിലെ. പക്ഷെ ആരോഗ്യമന്ത്രി ഇതുവരെ അറിഞ്ഞില്ല. നമ്മൾ നടത്തുന്ന സമരത്തിലൂടെ ശ്രീ NK പ്രേമചന്ദ്രൻ കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തി. അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പുറത്തു വന്നപ്പോഴാണ് കേരളത്തിലെ ആശമാരെ ചേർത്ത് പിടിക്കുന്ന ആരോഗ്യമന്ത്രി അറിയുന്നത്. 2 ആഴ്ച മുൻപ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പണിമുടക്ക് പ്രഖ്യാപിച്ച് NHMന് നിയമപരമായി നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്തുടനീളം ആശമാർക്ക് സർക്കാർ പരിശീലന പരിപാടി പ്രഖ്യാപിച്ചത് സമരം പൊളിക്കാനാണെന്നും ആശമാർ ആരോപിച്ചു. സമരം ജനാധിപത്യപരമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.